ഇന്ന് റബീഉൽ അവ്വൽ 5 കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് റസൂലിൻ്റെ റഹ്മത്തിനെ പറ്റിയിട്ട്, സിദ്ഖിനെ പറ്റിയിട്ട്, അമാനത്തിനെ പറ്റിയിട്ട്, ഹയാഇനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് 5ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത് റസൂലിൻ്റെ തവാദുഇനെ പറ്റിയിട്ടാണ്. ലോകരുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിനയാന്വിതനായി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ഓരോ സംഭവങ്ങൾ, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ, സ്വഭാവങ്ങൾ, സ്വഹാബിമാരുടെ ഓർമ്മകളൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ എന്തു മഹത്തരമായിരുന്നു റസൂലിൻ്റെ വിനയം. ലോകത്തിലെ ഏറ്റവും വലിയ പദവി ലഭിച്ച ഒരാൾ എങ്ങനെയായിരിക്കും? അധികാരമുണ്ടെങ്കിൽ 1000 ചുറ്റുമുണ്ടായിരിക്കും, ആജ്ഞകൾ അനുസരിക്കാൻ 100 കണക്കിന് ആളുകളുണ്ടായിരിക്കും, അയാൾക്ക് പ്രശസ്തി ലഭിക്കും, ബഹുമാനം ലഭിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായ, അള്ളാഹുവിൻ്റെ ദാസരായിട്ടുള്ള, പ്രവാചകരായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായിട്ട് ചെരുപ്പ് നന്നാക്കും, സ്വന്തമായിട്ട് വസ്ത്രങ്ങൾ തുന്നും, വീട്ടുജോലിയിൽ സഹായിക്കും, ദരിദ്രൻ്റെ ക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കും, അടിമയുടെ ക്ഷണവും നിരസിക്കൂല, കൈതപ്പുറത്ത് പോലും കയറും, കുട്ടികളോട് അഭിവാദ്യങ്ങൾ നടത്തും, കുട്ടികളോട് നല്ല രൂപത്തിൽ പെരുമാറും. തന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുതവാദിഈൻ, വിനയങ്ങൾ കാണിക്കുന്ന വിനയത്തിൻ്റെ ആളുകളുണ്ടല്ലോ, അവരുടെ മഹത്തായ നേതാവാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടാണ് അങ്ങയെ നിയോഗിച്ചത്, എല്ലാവരോടും കാരുണ്യമായിരിക്കണം. ഖാതമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ മുദ്രയായിരിക്കണം അങ്ങ്. എന്താണ് പ്രവാചകന്മാരുടെ മുദ്ര? പ്രവാചകന്മാരുടെ ജീവിത ശൈലി എന്തായിരുന്നു? കരുണയായിരുന്നു, ജനങ്ങളോട് സമ്പർക്കമായിരുന്നു. അതിൻ്റെ മുഖമുദ്രയായിരുന്നു നമ്മുടെ നബി മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദു വുൽദി ആദം സന്തതികളുടെ നേതാവ് എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും മഹത്തരമായ വ്യക്തി, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിനയം കാണിച്ചവർ. മക്ക വിജയം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർണായകമായ സംഭവമാണല്ലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാരെല്ലാവരും കൂടി പുറത്താക്കി. ഇന്നോ അതേ മക്കയിൽ അതേ ജനങ്ങൾക്ക് മുമ്പിൽ ആരംഭ റസൂൽ നിൽക്കുകയാണ്. 1000 വരുന്ന സ്വഹാബാക്കൾ സമ്പൂർണമായ വിജയം നേടി. പക്ഷേ ആ മക്കയിലേക്ക് റസൂലുള്ള പ്രവേശിച്ചത് അഹങ്കാരത്തോടെ തല ഉയർത്തിക്കൊണ്ടല്ല. ചരിത്രങ്ങൾ പരാമർശിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ വായിത്തി ആ പാഠപുസ്തകങ്ങളെ മറിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ തന്നെ തല താഴ്ത്തിയ റസൂലുള്ള അതേ നിലക്ക് തന്നെയാണ് ഫത്ഹു മക്കൻ്റെ ദിവസം മക്കയിൽ പ്രവേശിച്ചത്. ഏറ്റവും വലിയ വിനയാന്വിതരായിക്കൊണ്ടാണ് പ്രവേശിച്ചത്. മക്ക കീഴടക്കിയ ദിവസം മുഹമ്മദ് റസൂലുള്ള തല ഉയർത്തിയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് തല താഴ്ന്നു എന്നതല്ലാതെ ഇതാണ് യഥാർത്ഥത്തിലുള്ള വിജയമെന്ന് പറയുന്നത്. മക്കയുടെ ദിവസം തന്നെ നബിക്ക് കൂടുതൽ അധികാരങ്ങളൊക്കെ ലഭിച്ചല്ലോ. പക്ഷേ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ രീതി നബി തങ്ങൾ സംസാരിച്ചില്ല. മറിച്ച് അള്ളാഹുവിനെയും അവൻ്റെ സഹായത്തെയും അവൻ്റെ മഹത്വത്തെയും ഓർമ്മിപ്പിച്ചു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, നിങ്ങളുടെ രക്ഷിതാവാരാണോ ആ രക്ഷിതാവായ അള്ളാഹു ഉണ്ടല്ലോ, അവനെ സ്തുതിക്കണം, അവനെ തസ്ബീഹ് ചൊല്ലണം, എന്നിട്ട് പാപമോചനം കൂടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനോട് മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് തസ്ബീഹും ഇസ്തിഗ്ഫാറും നടത്തണമെന്ന് സൂചിപ്പിക്കുന്നതായിട്ട് സൂറത്തുൻ നസ്റിൽ കാണാൻ പറ്റും. വിജയിക്കുമ്പോൾ ഞാൻ കുറയണം, അള്ളാഹു കൂടുതലാകണം. ഈ പാഠമാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ലോകരുടെ രാജാവാണല്ലോ റസൂലുള്ള. റസൂലുള്ള പറയുന്നുണ്ട്, ശാന്തനാകൂ, ഞാൻ രാജാവെന്നുമേ അല്ല എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര മനോഹരമായ പെരുമാറ്റമായിരുന്നു. ഒരു വ്യക്തി റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഭയന്ന് പറച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞതാണ്, ഹവ്വിൻ അലൈക് ഫഇന്നി ലസ്തു ബിമലിക്, ഞാൻ രാജാവെന്നുമല്ല, ശാന്തനാകൂ എന്ന് റസൂലുള്ള പറഞ്ഞു. എന്തു മനോഹരമായ പെരുമാറ്റമാണ് റസൂലുള്ളാഹ്. റസൂലിൻ്റെ മുമ്പിൽ ഒരാൾ പേടിച്ചപ്പോൾ നീ എന്നെ എന്തിന് ഭയപ്പെടണമെന്ന് പറഞ്ഞില്ലേ? നീ എന്നെ എന്തിന് ഭയപ്പെടണം? നീ എന്നെ ഭയപ്പെടണ്ട എന്നാണ് റസൂലുള്ള പറഞ്ഞത്. നീ ഭയപ്പെടൂ എന്ന് പറഞ്ഞില്ല. ഞാൻ രാജാവല്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ ക്ഷണം പോലും റസൂൽ സ്വീകരിച്ചിരുന്നു. ദരിദ്രനിൽ നിന്നും അകന്നു നിന്നില്ല. അനാഥകരായിട്ടുള്ള ആളുകളെ അവഗണിച്ചില്ല. അടിമകളെ താഴ്ത്തി പറഞ്ഞില്ല. ഒരു ദരിദ്രൻ്റെ ക്ഷണം പോലും സ്വീകരിക്കുന്ന നബി തങ്ങളുടെ ജീവിതം നമ്മോട് പറയുന്നത് മനുഷ്യൻ്റെ വില അവൻ്റെ പണത്തിലല്ല എന്നുള്ളതാണ്.
ഹദീസിൽ കാണാൻ പറ്റും, മദീനയിലെ അടിമ സ്ത്രീകളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ച് അവർക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ പോലും അദ്ദേഹം അവളോടൊപ്പം പോകുമായിരുന്നു എന്ന് ബുഖാരിയിൽ കാണാൻ പറ്റും. ഇൻഖാനത്തിൽ അമത്തുമിൻ ഇമാഇ അഹ്ലിൽ മദീന ലതഖുദു ബിയദി റസൂലില്ലാഹ് ഫതൻതലിഖു ബിഹി ഹൈസു ശഅത്. മദീനയിലെ അടിമ സ്ത്രീകളിൽ ഒരുത്തി നബിയുടെ കൈ പിടിച്ചു പോയാൽ പോലും റസൂൽ അവരോട് കൂടെ പോകും. അത്രക്കും തവാദു ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകരുടെ നേതാവാണല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകനാണല്ലോ, ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വം. ഒരു സാധാരണ അടിമ സ്ത്രീയായിട്ട് പറയപ്പെടുന്ന വ്യക്തിയുടെ കൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ തവാദുഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നബി തങ്ങളുടെ വിനയമാണ് അവിടെ. ആയിഷ ബീവി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, മാ ഖാന നബിയു യസ്നഉ ഫീ ബൈതിഹി എന്ന് ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു. ആയിഷ ബീവിയോടാണ് ചോദിക്കപ്പെട്ടത്. ആയിഷ ബീവി മറുപടി പറയുന്നുണ്ട്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി, തൻ്റെ ഭാര്യയോടൊപ്പം തൻ്റെ വീട്ടുകാരോടൊപ്പം റസൂലുള്ളാഹി ജോലിയിൽ സഹായിക്കുമായിരുന്നു. നമസ്കാരത്തിൻ്റെ സമയം വന്നാൽ റസൂലുള്ളാഹി പള്ളിക്ക് പോകും. മസ്ജിദിൽ റസൂലുള്ളാഹി ഇമാമായിരുന്നു, സമൂഹത്തിൽ റസൂലുള്ളാഹി നേതാവായിരുന്നു, എന്നാൽ വീട്ടിൽ കുടുംബത്തെ സഹായിക്കുന്ന ഖാദിമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത്. ആയിഷ ബീവിയുടെ ചരിത്രത്തിലും ഹദീസിലും ഇങ്ങനെ കാണാൻ പറ്റും. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ചെരുപ്പിനെ നന്നാക്കുകയും വസ്ത്രം തുന്നുകയും ചെയ്യുമായിരുന്നു. അഹങ്കാരമില്ലാത്ത ജീവിതത്തെ നിസാരമാക്കി കണ്ട വൽ ആഖിറതു ഖൈറും വഅബ്ഖാ എന്ന് കണ്ടുകൊണ്ട് ജീവിച്ച റസൂലുള്ളാഹി ഇത് എൻ്റെ ജോലിയല്ല എന്ന് ചിലർ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ നബി തങ്ങൾ സ്വന്തം കാര്യം സ്വയം ചെയ്യുന്നതിൽ മഹത്വക്കുറവില്ല എന്ന് കാണിച്ചു കൊടുത്തു. ചെറിയ കുട്ടികളൊക്കെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് സലാം പറയുമ്പോൾ അവഗണിക്കൂല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ അബൂ ഉമൈറിൻ്റെ ചെറിയ പക്ഷിയെക്കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂ ഉമൈറെ, ആ ചെറിയ പക്ഷിക്കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ വളരെ നിസാരമായി കാണുന്നത് പോലും ചോദിച്ചുകൊണ്ട് അവരോട് അടുക്കുന്നൊരു സ്വഭാവം നല്ലതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവാണല്ലോ, ഒരു ഉമ്മത്തിൻ്റെ നേതാവാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടിയുടെ ചെറിയ പക്ഷിയുടെ കാര്യം പോലും ചോദിക്കണമെങ്കിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് എത്ര വിനയത്തോടു കൂടിയിട്ടാണ് പ്രവേശിച്ചിട്ടുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കുട്ടികളുടെ സമീപത്ത് കൂടെ കടന്നുപോയപ്പോൾ അവരോട് സലാം പറഞ്ഞതായിട്ട് ഫസല്ലമ അലൈഹിം എന്ന് ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ കുട്ടിയായിട്ടൊക്കെ ചിലരെ തോന്നും, പക്ഷെ നബി തങ്ങൾക്ക് അവനും ആദരിക്കപ്പെടേണ്ട മനുഷ്യനായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു നബിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്ന് റസൂൽ പറയുന്നുണ്ട്, തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ ആജമിയായിട്ടുള്ള ആളുകളെ പരസ്പരം ഇങ്ങനെ രാജകീയമായിട്ട് ആദരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ആദരിക്കേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആദരിക്കുമ്പോൾ ഹൃദയം തൊട്ടൊക്കെ ആദരിക്കണം, അല്ലാതെ ഒരാളെ വെറുപ്പിച്ചിട്ട് ആദരിക്കാൻ പാടില്ലല്ലോ. എന്താണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിയായി ബഹുമാനിക്കുന്നത് കണ്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറയുമായിരുന്നു. അത്രേ ബഹുമാനം വേണം, പക്ഷേ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തിപൂജ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മുന്നിലുള്ള ഭാഗത്തുനിന്ന് കഴിക്കും, ഭക്ഷണത്തെ കുറ്റപ്പെടുത്തില്ല. ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കും. ഒരു ഭക്ഷണത്തെയും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല റസൂലുള്ളാഹി. എത്ര ചെറുതായിട്ട് തോന്നിയാൽ പോലും വീട്ടിലെ സമാധാനത്തിന് ഇതൊക്കെ വലിയ സുന്നത്താണ്. ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണം തീരെ രുചിയില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം പോയില്ലേ. ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ചില പ്രകൃതിപരമായിട്ട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ പരമായിട്ട് അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ചില സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് കൂടും, ഉപ്പുണ്ടാവില്ല, ചിലപ്പോൾ വേവുണ്ടാവില്ല. എന്നാൽ പോലും കുറ്റം പറയാൻ പാടില്ല, ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാറില്ല റസൂലുള്ളാഹി. ഇഷ്ടമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ മിണ്ടാതെ ഒഴിവാക്കും, കുറ്റം പറയില്ല. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും. എത്ര ലാളിത്യത്തോടു കൂടിയിട്ടാണ്. ആഡംബരമായി ജീവിക്കാൻ അർഹതയുള്ള രാജകീയമായ ആഡംബരത്തിൻ്റെ പ്രദർശനത്തിന് സാധ്യമാകുന്ന രൂപത്തിൽ ലോക നേതാവായ റസൂലുള്ളാഹി എന്നാൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു, സാധാരണ മനുഷ്യരെ പോലെ ഇരുന്നു, സാധാരണ മനുഷ്യർക്കൊപ്പം ഇടപെട്ടു. ആ റസൂലുള്ളാഹി ജനങ്ങളുടെ ഹൃദയത്തിൽ തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഇബ്നു ആസിബ് തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തെ വിവരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ മനോഹരമായ ഒന്നുമേ ഞാൻ കണ്ടിട്ടില്ല. റസൂലിൻ്റെ സൗന്ദര്യം കൂടി ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. വിനയം, അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം.
മുഖം മനോഹരമാണ്, സ്വഭാവം മനോഹരമാണ്, നടപ്പ് മനോഹരമാണ്, സംസാരം മനോഹരമാണ്, കൂടെ തന്നെ ഹൃദയവും മനോഹരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ വിനയത്തിന് എതിരായിട്ടുള്ള ചില മുന്നറിയിപ്പുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പ്രയോഗങ്ങളുണ്ട്. ഹൃദയത്തിൽ അണുവോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, റസൂലേ, ഒരാൾക്ക് വസ്ത്രവും നല്ല ചെരുപ്പും ഉണ്ടെങ്കിൽ അയാൾക്കത് ഇഷ്ടമാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ജമീലൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ശേഷം പറയുന്നുണ്ട്, അൽ കിബ്റു ബത്റുൽ ഹഖ് വഅംതുൻ നാസ് എന്ന് പറയുന്നുണ്ട്. അഹങ്കാരമെന്ന് പറയുന്ന സത്യത്തെ നിരസിക്കലാണ്, മനുഷ്യരെ നിന്ദിക്കലാണെന്ന് പറയുന്നുണ്ട്. അതായത് നല്ല വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരമല്ല, മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തിന് എതിരെ പറയുന്ന സമയത്ത് എല്ലാവരും മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്ന ഒരു പ്രയോഗമാണ്. ഇബ്ലീസിൻ്റെ ചരിത്രം നമുക്കറിയാലോ, കഥ നമുക്കറിയാം. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എല്ലാവരും അനുസരിച്ചു. ഇബ്ലീസ് നിരസിച്ചു. അവൻ പറഞ്ഞു, അന ഖൈറും മിൻഹു എന്ന, മനുഷ്യനേക്കാൾ ഉത്തമൻ ഞാനാണ്. ഇബ്ലീസിൻ്റെ വീഴ്ചയുടെ തുടക്കം ഞാൻ എന്ന പ്രയോഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യമോ അള്ളാഹു എന്നുള്ള പ്രയോഗമായിരുന്നു. വിനയമാണ്. മാ തവാദ അഹദുൻ ലില്ലാ ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരുത്തൻ വിനയപ്പെടുമ്പോൾ അള്ളാഹ് അവനെ ഉയർത്താതിരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സ്വയം താഴ്ത്തിയാൽ മനുഷ്യരുടെ കണ്ണിൽ നീ താഴ്ന്നു പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നീ വിനയപ്പെട്ടാൽ അള്ളാഹു നിന്നെ ഉയർത്തുമെന്ന് മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര താഴ്മയോടെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അബ്ദുഹു, അള്ളാഹുവിൻ്റെ ദാസൻ എന്ന് മിഅ്റാജിൻ്റെ സമയത്ത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു. തൻ്റെ ദാസനെ കൊണ്ട് രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവനായ അള്ളാഹു എത്ര പരിശുദ്ധവാനാണ്. അവൻ്റെ ദാസൻ എന്നാണ് റസൂലിനെ വിളിച്ചത് എന്നുണ്ടെങ്കിൽ എത്ര വലിയ പാഠമാണ്. അള്ളാഹുവിൻ്റെ ദാസനായിരിക്കുക എന്നതിലുപരി വലിയ ബഹുമതി വേറെ ഇല്ല. അത്രക്കും താഴ്ന്നിരിക്കണമെന്നർത്ഥം, വിനയം വേണമെന്നർത്ഥം. ആ വിനയത്തിൻ്റെ രഹസ്യമൊന്ന് പരിശോധിച്ചാൽ എനിക്ക് ലഭിച്ചതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ബോധ്യമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചു, വിജയത്തിൽ അള്ളാഹുവിനെ ഓർത്തു, ശക്തി ലഭിക്കുന്ന സമയത്ത് വിനയം കാണിച്ചു, ബഹുമതി ലഭിക്കുമ്പോൾ അഹങ്കരിച്ചില്ല. അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസൻ, റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതൻ, അൻ നബിയ്, പ്രവാചകൻ, അൽ മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അൽ മുജ്തബ, തിരഞ്ഞെടുക്കപ്പെട്ട മഹോന്നതനായ വ്യക്തി. ഇങ്ങനെ ധാരാളം സ്ഥാനപ്പേർ റസൂലിന് ലഭിച്ചില്ലേ? വിനയം കൊണ്ടാണ് ലഭിച്ചത്. എന്നെ അറിയുമോ എന്ന് ഇന്നൊരു മനുഷ്യൻ ചെറിയ സ്ഥാനത്തെത്തിയാൽ പോലും ചോദിക്കുകയാണ്. എന്നെ അറിയുമോ? ചെറിയൊരു പദവി ലഭിച്ചാൽ പോലും എനിക്ക് സലാം പറയണമെന്ന് പറയുന്നു. ചെറിയൊരു അറിവ് ലഭിച്ചാൽ പോലും എന്നോട് ചോദിക്കണമെന്ന് അവകാശപ്പെടുന്നു. ചെറിയൊരു സമ്പത്ത് ലഭിച്ചാൽ ഇവരൊക്കെ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ്, പ്രവാചകരുടെ നേതാവാണ്, അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനാണ്. എന്നിട്ടും കുട്ടികളോട് സലാം പറയുന്നു, ദരിദ്രരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ പോകുന്നു, കുടുംബങ്ങളെ സഹായിക്കുന്നു, സ്വന്തം ചെരുപ്പ് പോലും നന്നാക്കുന്നു, വസ്ത്രം സ്വന്തമായിട്ട് നെയ്തെടുക്കുന്നു, സാധാരണ മനുഷ്യർക്കൊപ്പം ഇരിക്കുന്നു. എന്തൊരു മനോഹരമായ സ്വഭാവമാണ്. നമ്മൾ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബിയുടെ പേരിൽ നമ്മൾ സലാത്ത് ചെല്ലുന്നുണ്ടോ എന്ന് ആലോചിക്കണം. റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാത്ത എത്രയോ മടിയന്മാരുണ്ട്. റസൂലിൻ്റെ മധു പാടുന്ന ആളുകൾ പോലുമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിയുടെ വിനയം കൈവരിച്ചിട്ടുണ്ടോ നോക്കണം. നമ്മളെക്കാൾ ചെറിയ ആളുകളോട് നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ആലോചിക്കണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നമ്മുടെ സംസാരം എങ്ങനെയാണെന്ന് ആലോചിക്കണം. ഒരു പാവപ്പെട്ടവൻ നമ്മെ വിളിച്ചാൽ ആ പരിപാടിക്ക് നമ്മൾ പോയിട്ടുണ്ടോ പോകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കുട്ടി നമ്മളോട് സംസാരിച്ചാൽ അത് കേൾക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുമോ എന്ന് ആലോചിക്കണം. നമ്മളെക്കാൾ കുറച്ച് അറിവുള്ള ഒരാളെയും നാം ജീവിതത്തിൽ അപമാനിച്ചിട്ടുണ്ടോ, അപമാനിക്കാറുണ്ടോ, അപമാനിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. നമുക്ക് പദവി കിട്ടിയാൽ പഴയ സുഹൃത്തുക്കളെ, പഴയ ബന്ധങ്ങളെ, ആ പദവി ലഭിക്കാൻ കാരണക്കാരായിട്ടുള്ള കുറേ കടപ്പാടുള്ള ആളുകളുണ്ടാവും, അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും വിനയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വിനയത്തോടു കൂടിയിട്ട് തന്നെ ജീവിക്കണം. അല്ലേ, ഏറ്റവും തവാദുഉള്ള ഇബാദിക സ്വാലിഹീൻ എന്ന് പറയുന്ന ഗണത്തിൽ പെടാൻ നമുക്ക് സാധ്യമാകണം. റസൂലിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നല്ല മനുഷ്യനാവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ആ റസൂലിൻ്റെ വിനയം നൽകി അനുഗ്രഹിക്കട്ടെ.